أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1525 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة الله وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون صدق الله العلي العظيم. സൂറത്ത് യാസീനിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ അതിന്റെ തൊട്ടടുത്ത ആയത്ത് കൂടി പാരായണം ചെയ്തു പോയിട്ടുണ്ട്. ഇന്ന് ഈ 45-ാമത്തെ ആയത്ത് ചർച്ചയ്ക്ക് എടുക്കുക. പഠന വിധേയമാക്കിയ ഭാഗം ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാറ ഫഇദാ ഹും മുദ്ലിമൂൻ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ അഅദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യൻബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഈ ആയത്തുകളാണ് നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കുകയുണ്ടായത്. സൂറത്ത് യാസീന്റെ ആ തുടക്കഭാഗം മക്കയിലെ നിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളത്. പിന്നിട്ടതിനെ തുടർന്ന് അസ്ഹാബുൽ ഖറിയത്തിനെ പരാമർശിച്ചുകൊണ്ട് ആ ചരിത്ര സംഭവങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് മക്കയിലെ ഈ അനുവാചകരെ താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് അള്ളാഹു ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളുടെ അള്ളാഹുവിന്റെ ഏകത്വം, പാരത്രിക ജീവിതം, അതുപോലെ പ്രവാചകത്വം തുടങ്ങിയ വിഷയങ്ങളുടെ യുക്തിപരവും ബുദ്ധിപരവുമായ അടിത്തറ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിലായിട്ട് പരാമർശിക്കുന്നത്. നമ്മൾ അതിൽ ചില ഭാഗങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ വായിച്ച ഭാഗത്ത് അള്ളാഹു ചൂണ്ടിക്കാണിച്ചത് രാവിനെ അവർക്കുള്ള ഒരു ശ്രദ്ധേയമായ ദൃഷ്ടാന്തമായിട്ടാണ്. അതിൽ നിന്ന് രാവിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു. അപ്പോ അവരൊക്കെയും തന്നെ ഇരുളടഞ്ഞ അവസ്ഥയിലായി. ഫൈദാഹും മുതലിമു. രാവു എന്ന ഒരു പ്രതിഭാസം എത്രയേറെ ശ്രദ്ധ അർഹിക്കുന്ന ദൈവികമായ ദൃഷ്ടാന്തമാണ് എന്നതാണ്
അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് സൂര്യനെ കുറിച്ചുള്ള പരാമർശം നമ്മൾ കണ്ടു. സൂര്യൻ അതിന്റെ ഒരു സങ്കേതത്തിലേക്കായിട്ട് അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അജയ്യനും സർവജ്ഞാനിയുമായ പടച്ചതമ്പുരാന്റെ ഒരു ക്രമീകരണമാണ്. ആ മുസ്തഖറിൽ എത്തുന്നത് വരെ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. തുടർന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പരാമർശം നമ്മൾ കണ്ടു. ഖദ്ദർനാഹു മനാസില, ചന്ദ്രനെ ചില മണ്ഡലങ്ങളായിട്ട് അല്ലെങ്കിൽ ചില ഭവനങ്ങളായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. ഹത്താ ആദക്കൽ ഉർജൂനിൽ ഖദീം, അപ്പോ പല മണ്ഡലങ്ങളും അല്ലെങ്കിൽ പല ഘട്ടങ്ങളും പിന്നിട്ട് ചന്ദ്രൻ ഒടുക്കം ഒരു പഴകി ദ്രവിച്ച ഈത്തപ്പന കുലച്ചില്ലയുടെ രൂപത്തിലേക്ക് അത് തിരികെ എത്തുന്നു എന്ന കാര്യം ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. പ്രകൃതിയിലെ വളരെ ശ്രദ്ധേയവും വിസ്മയകരവും ഒക്കെയായ പ്രതിഭാസങ്ങളാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ. ഇസ്ലാമിക വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം ക്രമീകരിക്കുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും അവയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പല കാര്യങ്ങളും നിർവഹിക്കേണ്ടതുണ്ട്. ഇത് അള്ളാഹുവിന്റെ ആയാത്തുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്രമീകരണമാണ് നമ്മൾ സ്വീകരിക്കുന്ന നമസ്കാരത്തിന്, നോമ്പ് നിർവഹിക്കുന്നതിന്, അതുപോലെ ഹജ്ജിന് ഒക്കെ ഈ അടയാളങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് നമുക്കത് നിർവഹിക്കാൻ സാധിക്കുക. നോമ്പിന്റെ മാസം റമളാൻ ആഗതമായി എന്നത് തീരുമാനിക്കുന്നതിന്, ആ മാസം അവസാനിച്ചു എന്നത് നിശ്ചയിക്കുന്നതിന്, അതുപോലെ നമസ്കാരത്തിന്റെ സമയം നിർണയിക്കുന്നതിന്, നോമ്പ് നോറ്റ് തുടങ്ങുന്ന സമയം തീരുമാനിക്കുന്നതിന്, നോമ്പ് അവസാനിപ്പിക്കുന്ന സമയം തീരുമാനിക്കുന്നതിന് ഒക്കെ ഈ സൂര്യനെയും ചന്ദ്രനെയും ആശ്രയിക്കുക എന്നത്, അതിന്റെ ചലനങ്ങളെ ആശ്രയിക്കുക എന്നത് വളരെ അനിവാര്യമായ സംഗതിയാണ്. അപ്പൊ സൂര്യനെയും ചന്ദ്രനെയും പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളുകയും അവയുടെ വെളിച്ചത്തിൽ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കുക എന്നതും ഈ ആവശ്യത്തിന് വളരെ പ്രയോജനകരമാണ്. അവ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. ഇവിടെ അള്ളാഹു ചന്ദ്രന്റെ പല മണ്ഡലങ്ങളെയും അല്ലെങ്കിൽ പല ഘട്ടങ്ങളെയും വ്യത്യസ്ത ദിവസങ്ങളിലും വ്യത്യസ്ത രൂപത്തിലും ഉയരത്തിലും സ്ഥാനത്തും ഒക്കെ ആയിട്ടാണ് ആകാശത്ത് ചന്ദ്രൻ ദൃശ്യമാവുക. അതിൽ അവസാനത്തെ വിസിബിൾ ഫേസ് എന്ന് പറയാവുന്നതിന്റെ രൂപഘടനയാണ് ഇവിടെ കൽ ഉർജൂനിൽ ഖദീം എന്ന് അല്ലാഹു പരാമർശിച്ചിട്ടുള്ളത്. അതിനുശേഷം സൂര്യന് ചന്ദ്രനെ പിടികൂടുക സാധ്യമല്ല എന്ന് അല്ലാഹു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സൂര്യന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഭ്രമണ പഥം, ഒരു സഞ്ചാര പഥം ചന്ദ്രന്റെ സഞ്ചാര പഥവുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന, ഒരു ക്രോസിംഗ് ഉണ്ടാകുന്ന വിധത്തിലുള്ളതല്ല. ഇതാണ് അടിസ്ഥാനപരമായി സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അതുപോലെ തന്നെ സൂര്യൻ ഒരിക്കലും തന്നെ ചന്ദ്രന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടേണ്ടതായ രാത്രികാലത്ത് അപ്രതീക്ഷിതമായിട്ട് പ്രത്യക്ഷപ്പെടുക എന്നൊരു സംഗതിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിന്റെ അർത്ഥതലങ്ങളായിട്ട് മനസ്സിലാക്കാം. അങ്ങനെയുള്ള വിശദീകരണങ്ങൾ ഈ ആയത്തുകൾക്ക് പൗരാണികരായ മുഫസ്സിറുകൾ നൽകിയതും കാണാം. ഇത് സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രവർത്തനം, അവയുടെ ചലനം, അവയുടെ ഗതി, ദിശ തുടങ്ങിയ കാര്യങ്ങളിൽ അള്ളാഹു നടത്തിയിട്ടുള്ള വളരെ കൃത്യതയുള്ള ക്രമീകരണത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കാലഗണനക്ക് വളരെ കൃത്യമായി ആശ്രയിക്കാവുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് സൂര്യനും ചന്ദ്രനും.
ഇതിന്റെ ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്നതിന് ഉപോത്ബലകമായിട്ട് വേറെ പല ആയത്തുകളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ കണ്ടെത്താൻ പറ്റും. സൂര്യനും ചന്ദ്രനും ബിഹുസ്ബാൻ വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, കൃത്യതയുള്ള ഒരു കണക്കനുസരിച്ചാണ് സൂര്യനും ചന്ദ്രനും ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സൂചിപ്പിക്കപ്പെടുന്നത് കാണാം. അതുപോലെ വേറെയും പല പരാമർശങ്ങളും നമുക്ക് അതിനെ നിങ്ങൾക്ക് കാലഗണനയ്ക്കുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഒക്കെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കുകയും അവയെ വളരെ സൂക്ഷ്മമായി പഠിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് മാത്രമേ മനുഷ്യന് ഇസ്ലാമികമായ ജീവിതക്രമം രൂപപ്പെടുത്തിയെടുക്കാനും ചിട്ടപ്പെടുത്തിയെടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് സഹായകമാവുന്ന സൂചനകളാണ് ഈ ആയത്തുകളിൽ അള്ളാഹു നൽകുന്നത്. നിരക്ഷരരായ ഒരു സമൂഹമാണ്, അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ കഴിഞ്ഞോളൂ എന്ന വിധത്തിൽ പലരും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാം. വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ അട്ടറൻസ് തന്നെ ഇഖ്റ എന്നാണ്, വായിക്കാനാണ് നിർദ്ദേശം. വായിക്കുക, അപഗ്രഥിക്കുക, ഉറക്കെ പ്രഖ്യാപിക്കുക തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളാണ് അതിന് നൽകപ്പെടുന്നത്. അപ്പൊ വായിക്കുകയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ളത് ഖുർആന്റെ നിർദ്ദേശമാണ്. അവയൊക്കെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് നിരക്ഷരരായ ഒരു സമൂഹമാണ് നമ്മൾ, എഴുത്തും വായന അറിയില്ല, കൂട്ടാനും കഴിക്കാനൊന്നും അറിയില്ല എന്ന സംഗതി, അത് ആ കാലഘട്ടത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും വിദ്യാഭ്യാസപരമായി വളരെ പുറകിലായിരുന്ന ഒരു കാലഘട്ടത്തില് എഴുത്തും വായനയും അറിയുന്നവരും കണക്ക് കൂട്ടാൻ അറിയുന്നവരും ഒക്കെ വളരെ വിരളമായിരുന്ന ഒരു കാലഘട്ടത്തില് അവരെ ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ എല്ലാ കാലത്തും ആ അവസ്ഥയിൽ കഴിയാൻ വേണ്ടിയുള്ള നിർദ്ദേശമല്ല അത് എന്നത്. ദീനിനെ, അള്ളാഹുവിന്റെ ഈ മനുഷ്യർക്കായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ജീവിത വ്യവസ്ഥയെ കേവലം അനുഷ്ഠാനങ്ങളുടെ ഒരു വരണ്ട ഒരു സംഹിതയായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ആയാത്തുകളെ മനനം ചെയ്യാനോ അവയെക്കുറിച്ചുള്ള ആലോചന, ആഴത്തിലുള്ള ചിന്ത, തദബ്ബുർ നിർവഹിക്കാനോ ഉള്ള പ്രേരണ ഉണ്ടാവില്ല. അത് ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളുടെയും ഒക്കെ ആത്മാവിനെ തകർത്ത് കളയുന്ന, അതിന്റെ ചൈതന്യം ചോർത്തി കളയുന്ന ഒരു നിലപാടാണ്. അത് ശരിയായ ഒരു നിലപാടല്ല. ഇവിടെ അള്ളാഹു നൽകുന്ന ഒരു സൂചന, ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ എന്ന് പറഞ്ഞല്ലോ. അപ്പോ സൂര്യനെ നിരീക്ഷിക്കേണ്ടതുണ്ട്, ചന്ദ്രനെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് മുസ്ലിം സമൂഹത്തിന്റെ ജീവിത ക്രമീകരണം. എന്നിട്ട് അള്ളാഹു ഇവിടെ പറഞ്ഞൊരു കാര്യം വലല്ലൈലു സാബിഖുൻ നഹാർ എന്നാണ്. പരമ്പരാഗതമായി ഇതിന് രാവ് പകലിനെ മുൻകടക്കുന്നതല്ല, മറികടക്കുന്നതല്ല എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് നൽകാറുള്ളത്. എന്ന് പറഞ്ഞാൽ പകലിന്റെ സമയത്തിലേക്ക് രാവ് ഇടിച്ചു കയറൂല എന്നാണ് ഇതിന്റെ സൂചന എന്ന് പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ആലോചന ആവശ്യമുള്ള ഒരു വിഷയമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇവിടെ തിരിച്ചു പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വലല്ലൈലു സാബിഖുൻ നഹാരി, വലന്നഹാറു സാബിഖുൽ ലൈൽ എന്ന് പറയണില്ല. രാവ് പകലിനെ മറികടക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അതിജയിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ പകല് രാവിനെയും മറികടക്കുന്നില്ല എന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു ധാരണയിലാണ് പലപ്പോഴും ഇതിനുള്ള വിശദീകരണം നൽകപ്പെടാറുള്ളത്. രാവ് പകലിന്റെ സോണിലേക്ക് അല്ലെങ്കിൽ പകലിന്റെ സമയ ക്രമത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സംഗതി ഉണ്ടാവില്ല, പകല് രാവിന്റെ സമയത്തിലേക്കും അതിക്രമിച്ചു കിടക്കൂല എന്നൊരു വായനയാണ് പരമ്പരാഗതമായി നൽകപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യം ഒരുമിച്ച് ഇവിടെ അള്ളാഹു പറയുന്നില്ല, ഒരു കാര്യമേ പറയുന്നുള്ളൂ. രാവ് പകലിലേക്ക് ഇടിച്ചു കയറുകയില്ല എന്നതാണ് ഈ ആ നിലക്ക് വായിക്കുമ്പോൾ ഇവിടെ ആകെ പറയുന്ന കാര്യം. യഥാർത്ഥത്തിൽ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു
അവരുടെ ദിനചര്യയും ജീവിത ക്രമീകരണവും ഒക്കെ നിർണയിക്കുന്നതിനുള്ള ഒരു 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 റെഫറൻസ് പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് ഉപകരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് അള്ളാഹു ഈ കാര്യം ഇവിടെ പകർന്നു തരുന്നത് എന്നത് കാണാൻ സാധിക്കും. എങ്ങനെയോ ഇസ്ലാമിക സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു ധാരണ, ഇസ്ലാമില് എല്ലാ കാര്യങ്ങൾക്കും രാത്രിയാണ് തുടക്കം, പകലല്ല. ഒരു ദിവസത്തിന്റെ തുടക്കം രാത്രിയാണ്, സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് എന്ന ഒരു ധാരണ വളരെ വൈഡ് സ്പ്രെഡ് ആണ്. ഇസ്ലാമിക സമൂഹത്തില് അത് പരക്കെ അങ്ങനെ ഒരു ധാരണ വെച്ച് പുലർത്തപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാകുന്നതിന് എന്റെ അന്വേഷണത്തിലും പഠനത്തിലും യാതൊരു അടിത്തറയും കാണാൻ പറ്റിയിട്ടില്ല. രാവ് എന്നത് യഥാർത്ഥത്തിൽ ലോകത്ത് മിക്കവാറും എല്ലാ സംസ്കാരങ്ങളിലും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അർത്ഥം കൽപ്പിക്കപ്പെടുന്ന ഒരു ആശയമാണ്. രാത്രിയും പകലും എന്ന അർത്ഥത്തിലല്ലാതെ, ഇപ്പൊ കല്യാണം, ക്രിസ്മസ്, പെരുന്നാള്, ആദ്യത്തെ നോമ്പ്, അതുപോലെ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയൊക്കെ വാർഷികം, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളില് ആ പരാമർശിക്കപ്പെടുന്ന ദിവസത്തിന്റെ തലേന്ന് രാത്രി ആണ് ആഘോഷമയമായിട്ടുണ്ടാവുക. ഇപ്പോ ജന്മദിനാഘോഷം നടത്തുന്നവര്, അതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കുന്നവര്, ക്രിസ്മസ് ആഘോഷിക്കുന്നവര്, ഇവരൊക്കെ തന്നെ ആ ആഘോഷ ദിനം എന്നാണോ അതിന്റെ തലേന്ന് രാത്രിയാണ്. അത് കല്യാണത്തിനൊക്കെ അങ്ങനെ തന്നെയാണ്. കല്യാണ രാവു എന്ന് പറയുന്നത് പന്തല് പൊളിച്ച് എല്ലാവരും സ്ഥലം വിട്ടതിന് ശേഷമുള്ള, എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഉള്ള ആ രാത്രിയല്ല. അതിന്റെ കല്യാണം നടക്കാനിരിക്കുന്ന ദിവസത്തിന്റെ തലേന്ന് രാത്രിയെ കുറിച്ചാണ് രാവു എന്നുള്ള നിലക്ക് പറയാറുള്ളത്. അതൊരിക്കലും തന്നെ ദിവസത്തിന്റെ തുടക്കം രാത്രിയാണ് എന്നൊരു ധാരണയിലേക്ക് എത്താൻ കാരണമായിക്കൂടാ. അത് ഒരു തെറ്റായ വായനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരിക്കലും തന്നെ മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ്. ഇപ്പോ നമ്മള് ഭാഷയിലും അങ്ങനെ തന്നെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് വെച്ചിരിക്കുന്നത്. സന്ധ്യക്ക് ഇപ്പൊ ഒരു വൈകുന്നേരം ഒരു 5-5:30 6 മണിയോട് അടുത്ത സമയത്ത് നമ്മൾ ഒരാളെ കണ്ട് സംസാരിച്ച് അങ്ങാടിയിൽ നിന്ന് പിരിയാണ്. അത് നമുക്കൊരു കാമണിക്കൂർ കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് കാണാം, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് കാണാം എന്നല്ലല്ലോ നമ്മൾ പറയണത്. ഒരു വൈകുന്നേരം 5:45 കണ്ടു പിരിയുന്ന ഒരാള് അരമണിക്കൂറിന്റെ ഉള്ളിൽ മഗ്‌രിബിന് പള്ളിയിലേക്ക് എത്തുമ്പോ അവിടുന്ന് കാണാം എന്ന് പറയുമ്പോ ഒരിക്കലും തന്നെ നാളെ നമുക്ക് കാണാം എന്ന നിലക്ക് പറയാറില്ല. അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ഡേയുടെ മധ്യത്തിൽ വെച്ച് ഒരു ദിവസം തുടങ്ങും എന്നൊരു ധാരണ, അത് വളരെ അബദ്ധജടിലമായ ഒരു ധാരണയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഖുർആന്റെ ആയത്തിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങൾക്കോ ഒന്നും അതിനോടൊന്നും യോജിക്കുന്ന ഒരു കാര്യമേ അല്ല. മറിച്ച് ലോകം തന്നെ ഒരു സുഷുപ്തി കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് ഒരു ദിവസം തുടങ്ങുന്ന ഒരനുഭവം ഉണ്ടാവുന്നത്. അത് പ്രഭാതമാണ്, പകലാണ്. പകലിലൂടെയാണ് ഒരു ദിവസത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അത് ജീവജാലങ്ങൾക്കും ചെടികൾക്കും മരങ്ങൾക്കും പ്രകൃതിയിലെ സകല സംഗതികൾക്കും മനുഷ്യനും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് സംസാരത്തിൽ ഇപ്പോ പഴയ കാലത്ത് നോമ്പിന് നിയത്ത് വെക്കാറുണ്ടായിരുന്നത് നവൈത്തു സൗമ ഖദിൻ എന്നാണ് പറയുക. അപ്പൊ ആ രാത്രി പിറ്റേന്ന് രാവിലെ ചേർന്നുകൊണ്ടുള്ള ഒരു യൂണിറ്റ് ആണെങ്കിൽ രാത്രി നോമ്പിന് നിയത്ത് വെക്കുമ്പോൾ സൗമ ഖദിൻ എന്നല്ലല്ലോ, സൗമൽ യൗമ എന്നോ അല്ലെങ്കിൽ ഇന്ന് എന്ന് സൂചിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും പ്രയോഗമൊക്കെ അല്ലേ വേണ്ടി വരിക. നാളത്തെ നോമ്പ് എന്നല്ലല്ലോ പറയേണ്ടത്. അപ്പോ അത് ഒരു മിസ്കൺസെപ്ഷൻ എന്തോ കാരണത്താൽ ചരിത്രപരമായ ഒരു തെറ്റ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് എന്നത് കാണാൻ കഴിയും. ഇതിന് ഉപോത്ബലകമായിട്ട് ഈ ആശയം നമുക്ക് ആശ്രയിക്കാവുന്ന വിധത്തിലുള്ള ഒരു കാര്യമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് പിൻബലമാവുന്ന ഒരു ആയത്തിന്റെ ശകലമാണ് വലല്ലൈലു സാബിഖുൻ നഹാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാബിഖ് എന്ന് പറഞ്ഞാൽ മുന്നേ സംഭവിക്കുന്നത്, നേരത്തെ സംഭവിക്കുന്നത്, ആദ്യമാകുന്നത് എന്നൊക്കെയാണ് അർത്ഥം.
മത്സരത്തില് ഓടിയിട്ട് മുന്നിലെത്തുന്ന ആൾക്കാണ് സാബിഖ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് വലല്ലൈലു സാബിഖുൻ നഹാർ, പകലിനേക്കാൾ മുന്നേ സംഭവിക്കുന്നതല്ല രാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാൽക്കുലേഷനിൽ പകല് തന്നെയാണ് ആദ്യം പരിഗണിക്കപ്പെടേണ്ടത്. പകലാണ് ദിവസത്തിന്റെ തുടക്കം. പകലിന്റെ മുന്നേ ആയിട്ട് പകലിനെ മറികടക്കുന്ന വിധത്തിൽ നേരത്തെ സംഭവിക്കുന്നതല്ല രാവ് എന്ന ഒരു ആശയം അള്ളാഹുവിടെ നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ ക്രമീകരണങ്ങൾക്കും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും ഒക്കെ പ്രയോജനകരമാവുന്ന വിധത്തിൽ പറയണം. ഇനി പരമ്പരാഗതമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന അർത്ഥം അത് രാവ് പകലിന്റെ സമയത്തിലേക്ക് ഇടിച്ചു കയറൂല എന്നാണ് പറഞ്ഞതെങ്കിൽ അത് ശരിയാണോ എന്നതൊന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മളുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, രാവിന് 12 മണിക്കൂർ, പകലിന് 12 മണിക്കൂർ എന്ന്. അപ്പൊ രാവിന്റെ സമയത്തിലേക്ക് പകൽ ഇടിച്ചു കയറൂല, പകലിന്റെ സമയത്തിലേക്ക് രാവ് ഇടിച്ചു കയറൂല എന്നതാണ് ആശയമെങ്കിൽ അത് നിലവിൽ തന്നെ ശരിയല്ലതാണ്. ഇപ്പൊ ചില നാടുകളില് 18 മണിക്കൂറൊക്കെ പകലുണ്ടാവും, ബാക്കിയുള്ള 6 മണിക്കൂറേ രാത്രി ഉണ്ടാവുള്ളൂ. ഇതിന്റെ മറിച്ചുള്ള അവസ്ഥയുണ്ടാവും, 18 മണിക്കൂറൊക്കെ രാത്രി ഉണ്ടാവുകയും 6 മണിക്കൂർ മാത്രം പകലുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാവാം. ചിലപ്പോൾ UK നോമ്പ് നോക്കുന്ന മുസ്ലിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു വിഷയം ദീർഘമായ പകല് ഉണ്ടാകുന്നു എന്നതാണ്. ചില കാലത്ത്, വേറെ ചില കാലത്ത് വളരെ ദൈർഘ്യം കുറഞ്ഞ പകലാണ് ഉണ്ടാവുക. അതുപോലെ തറാവീഹ് പോലെയുള്ള ദീർഘമായ നമസ്കാരത്തിന് പ്രയാസം ആയി തോന്നുന്ന വിധത്തിൽ രാവിന്റെ ഡ്യൂറേഷൻ വളരെ കുറവുള്ളതും അത്തരം പ്രദേശങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ രാവിന്റെ നിശ്ചയിക്കപ്പെട്ട സമയത്തിലേക്ക് പകലിടിച്ചു കയറൂല, പകലിന്റെ സമയത്തിലേക്ക് രാവ് ഇടിച്ചു കയറൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരു വശം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, രാവ് പകലിനെ മുൻകടക്കൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെസിപ്രോസിറ്റി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ട്രഡീഷണലായി മനസ്സിലാക്കുന്ന വിധത്തിലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഒന്നുകിൽ ഓരോ ദിവസത്തെ കുറിച്ചും ഓരോ ദിവസത്തിനും രാവ് ഇത്ര പകൽ ഇത്ര എന്നല്ല നിശ്ചയിച്ചത് അത് ലംഘിക്കപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത് എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടി വരും. അപ്പൊ ഒരു വർഷത്തിലെ 365 ദിവസത്തില് ഓരോ ദിവസത്തിനും ഓരോ രാത്രിക്കും അള്ള വെച്ച ഒരു ക്രമീകരണമുണ്ട്, അത് ലംഘിക്കപ്പെടൂല എന്നാണ് പറയുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ ഒരു കാര്യം പറയുന്നതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. രാവിന്റെ സമയം പകലിന്റെ സമയം ഏകദേശം കേരളത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പകുതിയും പകുതിയായിട്ടാണ് അനുഭവപ്പെടുക. കുറഞ്ഞ വേരിയേഷനെ കാണുള്ളൂ. ആ ഒരു നോഷനിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോ രാവ് പകലിന്റെ സമയത്തേക്ക് അതിക്രമിച്ച് കടക്കൂല എന്നാണ് പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടാകാം. പക്ഷെ എന്താണ് അതിന്റെ അങ്ങനെ പറയുന്നതിന്റെ പ്രസക്തി എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു ദിവസക്രമത്തിന്റെ ആദ്യത്തെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിന് അള്ളാഹു നൽകുന്ന ഒരു സൂചനയാണിത് എന്നതാണ്. മറിച്ച് രാവിന്റെ സമയത്തേക്ക് പകലും പകലിന്റെ സമയത്തേക്ക് രാവും പിടിച്ചു കയറുകയില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇത് റെസിപ്രോസിറ്റി ഉള്ള വിധത്തിൽ 2 വേ ആയിട്ട് പറയേണ്ടിയിരുന്നു. അങ്ങനെ പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പറയുന്നില്ല, ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് രാവല്ല പകല് തന്നെയാണ് മുന്നേ സംഭവിക്കുന്നത് എന്ന ഒരു അർത്ഥ സൂചനയാണ് ഞാൻ ഈ ആയത്തിന് മനസ്സിലാക്കുന്നത്. വ്യത്യസ്തമായ വായനയോ വിശദീകരണമോ ഒക്കെ സാധ്യത തള്ളിക്കളയുന്നില്ല. അത് യുക്തിപരമായിട്ട് അത് സമർത്ഥിക്കാനും ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു ചർച്ച നമുക്ക് ആകാവുന്നതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വലല്ലൈലു സാബിഖുൻ നഹാർ എന്ന് പറഞ്ഞതിന്റെ സൂചന ദിവസക്രമത്തില് ദിവസത്തിന്റെ ക്രമീകരണത്തില് പകല് തന്നെയാണ് ആദ്യം, രാത്രിയല്ല എന്നാണ് ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടേക്കാം.
അതിന് നമുക്ക് സ്വീകാര്യമായ ചില വിശദീകരണങ്ങളും നൽകാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ആവശ്യമാണ് വരികയാണെങ്കിൽ അത്തരം ആ സന്ദർഭത്തിൽ നമുക്ക് അതിലേക്ക് കടക്കാം. വകുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ എന്നാണ് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഈ പ്രതിഭാസങ്ങളും കോസ്മിക് ബോഡീസ് ഒക്കെയും തന്നെ അതിന്റെ ഓർബിറ്റിൽ അങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ വിവരണം. അപ്പൊ ആ ചലനത്തിന്റെ ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളുടെ ചലന സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു വിവരണമാണത്. അത് വിശുദ്ധ ഖുർആന്റെ ഇജാസ് എന്ന് തന്നെ പറയേണ്ടി വരും. വിശുദ്ധ ഖുർആന്റെ അമാനുഷികത, അതിന്റെ മുഅ്ജിസത്ത് വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എന്ന് പറയുന്നത്. ആ യസ്ബഹൂൻ എന്നത് നീന്തുക എന്ന, ആ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം ഈ ഗോളങ്ങളുടെ ചലനങ്ങളുടെ ഒരു സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന ആയത്തുകളുടെ വളരെ സംക്ഷിപ്തമായൊരു വിശദീകരണം നൽകാം. ആയത്തുൻ ലഹും, അല്ലാഹു പറയുന്നത് അവർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ്. അന്നാ ഹമൽന ദുരിയതഹും ഫിൽ ഫുൽക്ക്, അവരുടെ ദുരിയത്തിനെ, ഇവരുടെ വംശത്തെ നാം വഹിക്കുകയുണ്ടായി. ഫിൽ ഫുൽക്ക്, കപ്പലിലായിട്ട്. അൽ മഷ്ഹൂൻ, നിറഞ്ഞ കപ്പലിലായിട്ട്. ധാരാളം യാത്രക്കാരും സാധന സാമഗ്രികളും ഒക്കെ കുത്തി നിറച്ച അവസ്ഥയിലുള്ള ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു കപ്പലിൽ നാം അവരുടെ വംശത്തെ വഹിക്കുകയുണ്ടായി, വഹിച്ചു കൊണ്ടുപോവുകയുണ്ടായി എന്നത് ഇവർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇവിടെ പരാമർശിക്കപ്പെടുന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തെ പ്രളയത്തെ അതിജീവിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നൂഹ് അലൈഹിസ്സലാം നിർമ്മിച്ച കപ്പലിനെ കുറിച്ചാണ്. ഭൂമുഖത്ത് മനുഷ്യർ ആദ്യമായി നിർമ്മിച്ച ഒരു കപ്പൽ അതാണ് എന്നാണ് ചരിത്ര സ്രോതസ്സുകളുടെയൊക്കെ പിൻബലത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. നൂഹ് അലൈഹി ഇസ്ലാമിന് ഇൽഹാം കൊടുത്ത്, വേണ്ട വിധത്തിലുള്ള ആശയം മനസ്സിലിട്ട് കൊടുത്ത്, അദ്ദേഹത്തിന് വേണ്ട മാർഗദർശനം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ മേൽനോട്ടത്തില് അദ്ദേഹം രൂപകൽപ്പന ചെയ്തെടുത്തതാണ് പ്രളയത്തെ അതിജീവിക്കാനുള്ള ഒരു പടുകൂറ്റൻ കപ്പൽ. സകല ജീവജാലങ്ങളുടെയും ഒരു പേരിനെ അതില് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യരുടെ കൂട്ടത്തില് നൂഹ് അലൈഹിസ്സലാം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനത്തെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത ദർശനം ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും സന്നദ്ധരായ ആളുകളെയും അതിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നിർദ്ദേശം. ഇവിടെ അള്ളാഹു പറയുന്നത് ആയത്തുൻ ലഹും, ഇവർക്കുള്ള എന്ന് പറഞ്ഞാൽ മക്കയിലെ ഈ അനുവാചകരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ്. നിശ്ചയമായിട്ടും നാം അവരെ നിറഞ്ഞ കപ്പലിൽ അവരുടെ വംശത്തെ വഹിച്ചു കൊണ്ടുപോയി എന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തെ പ്രളയം കഴിഞ്ഞ് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് മക്കയിലെ ഈ സമൂഹം ഭൂമുഖത്ത് രംഗത്ത് വരുന്നത്. അവരുടെ വംശത്തെ, ദുരിയത്ത് എന്നത് സാധാരണഗതിയിൽ സന്താനങ്ങള്, വംശം, പിന്മുറക്കാര് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെയും ആ ഒരു അർത്ഥം തന്നെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാം കപ്പലില് രക്ഷപ്പെടുത്തിയ വളരെ പരിമിതമായ എണ്ണം ആളുകളാണ് അദ്ദേഹത്തില് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കപ്പലിൽ കയറാൻ സന്നദ്ധരായത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ പോലും അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഞാനൊരു പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം, പ്രളയം വരികയാണെങ്കിൽ ഞാൻ വളരെ ഉയരമുള്ള ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ രക്ഷപ്പെടാൻ സന്നദ്ധനായിട്ടില്ല. നൂഹ് അലൈഹി ഇസ്ലാമിനോടൊപ്പം കപ്പലിൽ കയറാൻ സന്നദ്ധനായിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിൽ അവിശ്വസിച്ച ബഹുഭൂരിപക്ഷം ആളുകളും ആ പ്രളയത്തില് ഒടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രളയത്തില് രക്ഷപ്പെട്ട, കപ്പലിൽ കയറി അതിജീവനം സാധ്യമാക്കിയ ചുരുക്കം എണ്ണം ആളുകൾ, ഇവരുടെ പിന്മുറക്കാരാണ് യഥാർത്ഥത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യ സ്വായത്തമായതോടുകൂടി പ്രളയത്തിന് ശേഷം അവര്
പുതിയ രൂപത്തിലുള്ള കപ്പലുകൾ നിർമ്മിക്കുകയും യാത്രക്ക് കൂടി ഉപകരിക്കുന്ന, അതിജീവനത്തിന് മാത്രമല്ല യാത്രക്ക് കൂടി ഉപകരിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും ലോകത്തിന്റെ വിവിധ വൻകരകളിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തു എന്നതാണ് ചരിത്രപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോ ഇവിടെ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന മക്കയിലെ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമകാലികരായ ആളുകളോട് പറയുന്നത് ആയത്തുൻ ലഹും, ഇവർക്കുള്ള ദൃഷ്ടാന്തമാണ്, അന്നാ ഹമൽനാ ദുരിയതഹും, ഇവരുടെ വംശത്തെ അല്ലെങ്കിൽ ഇവരുടെ സന്താന പരമ്പരകളെ നാം വഹിച്ചു എന്നത്. ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ, നിറയ്ക്കപ്പെട്ട ആ കപ്പലിൽ. അപ്പോ നിറയെ സഞ്ചാരികളും സാധന സാമഗ്രികളും ഒക്കെ ആയിട്ട് നിറഞ്ഞിട്ടുള്ള കപ്പലില് ഇവരുടെ പിന്മുറക്കാരായ ഇവരുടെ വംശത്തെ തന്നെ നാം വഹിച്ചു കൊണ്ടുപോവുകയുണ്ടായി എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആ കപ്പലിൽ അതിജീവനം സാധ്യമാക്കിയ ആളുകള് വളരെ കുറഞ്ഞ എണ്ണം ആളുകളേ ഉള്ളൂ. അവരോടൊപ്പം ഇവരുടെ വംശവും ഒന്നാകെ ഉണ്ടായിരുന്നു എന്നൊരു സൂചന. അതെങ്ങനെയാണ് അത് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരിക? സ്വാഭാവികമായിട്ടും നമ്മൾ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ, ആ കപ്പലില് അതിജീവനം സാധ്യമാക്കിയ ആളുകള് അവരുടെ പിന്മുറക്കാരാണ് പിന്നീട് ഭൂമുഖത്ത് അധിവസിച്ച മുഴുവൻ മനുഷ്യർ. അതുകൊണ്ട് ഭൂമുഖത്ത് പിന്നീട് ഏത് പ്രദേശത്ത് രംഗത്ത് വന്ന ആളുകളാണെങ്കിലും അവരുടെയൊക്കെ ജനറ്റിക്കായ സോഴ്സായി ഉണ്ടായിരുന്ന സംഗതികളൊക്കെയും ആ ആളുകളിലാണ് ഉണ്ടായിരുന്നത്. അവരല്ലാത്ത മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ആളുകളുടെ ബീജങ്ങളിൽ നിന്ന്, പിന്നീട് അവയുടെ പിന്തുടർച്ചയായിട്ട് വന്ന ബീജങ്ങളിൽ നിന്ന് പിറവിയെടുത്ത മനുഷ്യരാണ് ഇന്ന് മക്കയിൽ വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാചകരായ ആളുകളൊക്കെയും തന്നെ എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഇവരുടെ വംശത്തെയും ഇവരുടെ പിന്മുറക്കാരെയും വരെ നാം അന്ന് കപ്പലിൽ വഹിച്ചു കൊണ്ടുപോവുകയുണ്ടായി എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൃഷ്ടാന്തമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ആ ആളുകളിലാണ് ഈ പിൽക്കാലത്ത് ഭൂമുഖത്ത് രംഗത്ത് വരാനുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ജനറ്റിക്കായ സോഴ്സ് കിടക്കുന്നത്. അവരുടെ ഏത് ബീജങ്ങളാണോ ഈ പിന്നീടുള്ള തലമുറകൾക്ക് ഭൂമുഖത്ത് രംഗത്ത് വരാൻ കാരണമായിട്ടുള്ളത്, ആ ബീജങ്ങളെ അല്ലെങ്കിൽ ആ ബീജങ്ങൾ വഹിക്കുന്ന ആളുകളെ അള്ളാഹു ആ കപ്പലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുരിയതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ, നിറഞ്ഞ കപ്പലിൽ ഇവരുടെ സന്തതി പരമ്പരകളെ, ഇവരുടെ വംശത്തെ മുഴുവനായിട്ടും നാം വഹിച്ചു എന്നത് ഇവർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ്. വഖലഖ്നാ ലഹും, തുടർന്ന് അല്ലാഹു പറയാണ്, ഇവർക്കായി നാം സൃഷ്ടിക്കുകയുണ്ടായി മിൻ മിസ്ലിഹി, ഇതുപോലെയുള്ളത്. നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മാർഗദർശനത്തിൽ നിർമ്മിച്ച കപ്പലിനെ പോലെയുള്ള വേറെയും സഞ്ചാരത്തിനുള്ള കപ്പലുകൾ. അതിന്റെ മുമ്പ് നൂഹ് അലൈഹിസ്സലാം അങ്ങനെ കപ്പൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് നദികളും സമുദ്രങ്ങളും താണ്ടാൻ, മുറിച്ചു കടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വാഹനങ്ങളൊന്നും മനുഷ്യര് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വിദ്യ നൂഹ് അലൈഹിസ്സലാമിന്റെ ആ കാലത്ത് പ്രളയത്തെ അതിജീവിക്കാൻ വേണ്ടി ആദ്യമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. പിന്നീട് സഞ്ചാര ആവശ്യത്തിന് വേണ്ടി, സമുദ്രാന്തര യാത്രകൾക്ക് വേണ്ടി ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യന് അതിന് ഉപകരിക്കുന്ന ഷേപ്പിലുള്ള കപ്പലുകള്, ചരക്കുകൾ കൊണ്ടുപോകാൻ കൂടി ഉപകരിക്കുന്ന കപ്പലുകളൊക്കെ രൂപകൽപ്പന ചെയ്യുകയും നാഗരികമായ മനുഷ്യന്റെ മുന്നേറ്റം വളരെ ദ്രുതഗതിയിലായി മാറുകയും ചെയ്ത സംഭവം നമുക്ക് അറിയുന്നതാണ്. അതിലേക്ക് ഒരു സൂചന നൽകുകയാണ് അല്ലാഹു ഇവിടെ. വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ, ഇതുപോലെയുള്ളത് അവർക്ക് കയറിപ്പോകാൻ പറ്റുന്നത് നാം വേറെയും അവർക്കായിട്ട്
നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നാം അവർക്കായി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. റഖിബ എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിൽ കയറുക എന്നാണ് അറബിയിൽ. ആ പദത്തിന്റെ അർത്ഥം അതാണ്. റഖിബ ഇർഖബ് എന്നൊക്കെയാണ് പറയാ. വേഗം കയറ് എന്നുള്ള നിലക്ക് വാഹനത്തിൽ കയറുന്ന ആളുകളോട് പറയുന്നത് കയറ് കയറ് എന്ന് പറയുന്ന പോലെ അറബിയിൽ പറയും ഇർഖബ് എന്നാണ്. അപ്പൊ ഇത് വരുന്നത് റഖിബ എന്ന റൂട്ടിൽ നിന്നാണ്. മർക്കബ് എന്ന് പറഞ്ഞാല് വാഹനം എന്നാണ് അർത്ഥം. യർഖബു എന്നത് ഇതിന്റെ വേറൊരു ക്രിയാരൂപമാണ്. അപ്പൊ ഇവര് കയറി പോകുന്ന വിധത്തിലുള്ള വേറെയും നാം അവർക്കായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇത് കപ്പല് മാത്രം ആവണമെന്നില്ല. കപ്പലാണ്, കപ്പല് കൂടാതെയും പലതുമാവാം. പിന്നീട് മനുഷ്യര് വിമാനം, ആകാശയാത്രക്കുള്ള വിമാനം രൂപകൽപ്പന ചെയ്തു. അതിനും ശേഷം സ്പേസിലേക്കുള്ള യാത്ര സാധ്യമാകുന്ന വിധത്തിലുള്ള സഞ്ചാരത്തിന് ഉപകരിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിലേക്കൊക്കെ സൂചന നൽകുന്ന ഒരു പ്രയോഗം അള്ളാഹുവിടെ പറയുന്നത് വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി, ഇതുപോലെയൊക്കെയുള്ളത് നാം വേറെയും അവർക്ക് നിർമ്മിച്ചു നൽകി. മാ യർക്കബൂൻ, അവർക്ക് കയറി ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇപ്പൊ കപ്പലൊക്കെ നിർമ്മിച്ചത് ഒരാളും കടലിൽ മുങ്ങി മരിക്കാൻ വേണ്ടി അല്ലല്ലോ. കടലില് മുങ്ങി മരിക്കാതെ യാത്ര ചെയ്ത് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. എന്നാൽ അള്ളാഹു ഇവിടെ പറയുന്ന നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നുഹരിഖുഹും, നാം അവരെ മുക്കിക്കളയും, നാം അവരെ മുങ്ങി മരിക്കാൻ ഇടയാക്കും. ഫലാ സ്വരീഖ ലഹും, അപ്പോ ഇവരുടെ ആർപ്പുവിളി കേൾക്കാൻ ഒരാളും ഉണ്ടാവില്ല. വലാഹും യുൻഖദൂൻ, അവര് രക്ഷപ്പെടുത്തപ്പെടുന്നതുമല്ല. കപ്പലൊക്കെ നിർമ്മിച്ചു, ശരി തന്നെയാണ്. എന്ന് കരുതി മനുഷ്യൻ അജയ്യനായിട്ട് നിലക്കൊള്ളുന്നില്ല. കപ്പൽ നിർമ്മിച്ചു സുരക്ഷിതമായിട്ട് കടല് താണ്ടി യാത്ര ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമൊക്കെ ആയി. എന്നാൽ പോലും മനുഷ്യന്റെ സുരക്ഷിതത്വം അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ ആശ്രയിച്ചുള്ളതാണ്. കപ്പല് കടലിൽ തകർന്നു പോകാം, പാറക്കെട്ടുകളിൽ ഇടിച്ച് കടലില് തകർന്ന് ഛിന്ന ഭിന്നമായി പോകാൻ സാധ്യതയുണ്ട്. അതിലുള്ള മുഴുവൻ ആളുകളും മരിക്കുന്ന വിധത്തില് ഒക്കെ സംഭവിക്കാം. നമുക്ക് ടൈറ്റാനിക്കിന്റെ കഥ അറിയുന്നതാണ്. വളരെ ആംബിഷ്യസ് ആയ ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയ ഒരു നീറ്റിലിറക്കിയ കപ്പലാണ് യഥാർത്ഥത്തില് ടൈറ്റാനിക്. എന്റെ കന്നി യാത്രയിൽ തന്നെയാണ് അതിലുള്ള മുഴുവൻ സഞ്ചാരികളെയും മരിക്കാനിടയാകുന്ന വിധത്തിൽ ആ കപ്പൽ തകർന്നു മുങ്ങി പോകുന്നത്. അപ്പോ ഇതൊക്കെയും തന്നെ സൂചിപ്പിക്കുന്നത് ഖുർആൻ ഇവിടെ പറയുന്ന കാര്യം നാം ഉദ്ദേശിക്കുന്നുവെങ്കിലും നുഹ്രിഖുഹും, നാം അവരെ മുങ്ങി മരിക്കാൻ ഇടയാക്കും. ഫലാ സ്വരീഖ ലഹും, അപ്പോ അവരുടെ ആർപ്പുവിളി, അവരുടെ കരച്ചിൽ കേൾക്കാനായിട്ട് ആരും രംഗത്ത് വരില്ല. വലാഹും യുൻഖദൂൻ, അവര് രക്ഷപ്പെടുത്തപ്പെടുകയും ഇല്ല. അപ്പൊ കപ്പല് സുരക്ഷിതത്വം നൽകുന്ന ഒരു വാഹനം എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ മാർഗദർശന പ്രകാരം രൂപകൽപ്പന ചെയ്യപ്പെട്ടതൊക്കെയാണെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ് അതിന്റെ ഫങ്ഷനിങ്. അത് കപ്പല് മാത്രമല്ല, നമ്മൾ റോഡിൽ ഓടുന്ന വാഹനം ഉൾപ്പെടെയുള്ള, ആകാശത്തിലും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ് അതിന്റെ സുരക്ഷിതത്വവും യാത്രികർക്കുള്ള അതിൽ ഉള്ള രക്ഷയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലാഹും യുൻഖദൂൻ. എന്നിട്ട് അള്ളാഹു പറയണ ഇല്ലാ റഹ്മത്തം മിന്നാ വ മതാഅൻ ഇലാഹി, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എന്ന നിലക്കാണ്. അതുപോലെ ഇവർക്ക് നിശ്ചയിക്കപ്പെട്ട ജീവിത വിഭവങ്ങളുടെ ഒരു അവധിയുണ്ട്, അതുമാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പൊ കടലിൽ യാത്ര ചെയ്യുമ്പോൾ അവരെ മുങ്ങി മരിക്കാനിടയാക്കുക എന്നത് അള്ളാഹുവിന് സാധിക്കാഞ്ഞിട്ടല്ല. ആരും ധിക്കാരപൂർവം കടലില് അള്ളാഹിനെ വെല്ലുവിളിച്ചുകൊണ്ട് യാത്രക്ക് ഒരുങ്ങണ്ട. അള്ളാഹുവിന് നിങ്ങൾ എത്ര സജ്ജീകരണങ്ങളുള്ള കപ്പലാണെങ്കിലും അതിനെ അപകടപ്പെടുത്താനും നിങ്ങൾ മരിക്കാനും കാരണമാവുന്ന ഒരു നടപടി സ്വീകരിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല.
നിങ്ങളുടെ സുരക്ഷ അവന്റെ കാരുണ്യത്തെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. കൂടെ അള്ളാഹു ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത് മതാഉൻ ഇലാഹീൻ എന്നാണ്. ഇല്ലാ റഹ്മത്തം മിന്ന മതാഉൻ ഇലാഹീൻ. അള്ളാഹുവിന്റെ നമ്മുടെ അടുക്കൽ നിന്നുള്ള കാരുണ്യമാണ് കടലിലെ അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്ത് രക്ഷിക്കുന്നതും നിങ്ങളെ കരയിലെത്തിക്കുന്നതും. അതേപോലെ തന്നെ മതാഅൻ ഇലാഹീൻ, നിങ്ങൾക്കായിട്ട് ഒരു നിർണിത കാലത്തെ വിഭവം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഒരു അജല്. അതുകൂടിയാണ് കാരണം. രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത്. ഒന്ന്, നിങ്ങളെ മരിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല, നിങ്ങളോട് കരുണ ചെയ്യാനാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ കപ്പലിന്റെ സുരക്ഷിതത്വം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറുകരയിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. മറ്റൊരു കാരണം മതാഅൻ ഇലാഹീൻ, അള്ളാഹു ഒരു അവധി വരേക്ക് നിങ്ങൾക്കായിട്ട് വിഭവങ്ങൾ അനുവദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് കാരണത്താലുമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അള്ളാഹു നിശ്ചയിച്ച അജല് എത്തിയിട്ടില്ല എന്നത് കാരണത്താലുമാണ് നിങ്ങൾ കടലിൽ സുരക്ഷിതരായിട്ട് യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കടലിൽ ഇറങ്ങി യാത്ര പുറപ്പെട്ട് അങ്ങ് മധ്യത്തിൽ എത്തുന്നതോടെ നിങ്ങളെ കടലിൽ മുക്കിക്കളയാനും അങ്ങനെ നിങ്ങൾ മരിച്ചു പോകാൻ കാരണമാക്കാനും ഒന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് കടലിൽ യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നത് ആരും ഒരു അഹങ്കാരമായിട്ട് സ്വകാര്യതയിൽ പോലും കരുതേണ്ടതില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണത്. അതുപോലെ തന്നെയാണ് കരയിലെ യാത്രയും ആകാശത്തിലെ യാത്രയും ഒക്കെ തന്നെ. അതുകൊണ്ടാണ് മനുഷ്യൻ വിനയാന്വിതരായിക്കൊണ്ട് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട് യാത്ര പുറപ്പെടുമ്പോൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ നമ്മൾ നിർവഹിക്കുന്നത്. ഈ യാത്രാ ഉപകരണം അല്ലെങ്കിൽ ഈ വാഹനം ഞങ്ങൾക്ക് ഒരുക്കി തന്നവനായ റബ്ബ്, അതിനെ ഞങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നവനായ റബ്ബ് ഏറെ അന്യൂനനാണ്, അതുപോലെ തികവാർന്നവനാണ്, പരിശുദ്ധനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തെ നമ്മൾ അംഗീകരിച്ച് അവന് കീഴ്പ്പെടുകയും അവന്റെ മുന്നിൽ വിനയമുള്ളവരായിക്കൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു മനോഘടനയിൽ നിന്നാണ് ഈ പ്രാർത്ഥന രൂപപ്പെട്ടു വരേണ്ടത്. ഇത് അള്ളാഹുവിനെ അംഗീകരിക്കലാണ്. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടലിൽ യാത്ര ചെയ്യുക, ആകാശത്തിൽ യാത്ര ചെയ്യുക, കരയിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ കടുത്ത ധിക്കാരത്തിന്റെയും അഹന്തയുടെയും ഒരു എക്സ്പ്രഷനാണ്. ഒരു സത്യവിശ്വാസി ഒരിക്കലും അങ്ങനെ ഒരു മൂഢമായ ഒരു നടപടിയിലേക്ക് പോവുകയില്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഏത് വാഹനത്തിലും കയറുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പോ ഈ കാര്യമാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് നിറഞ്ഞ ഒരു കപ്പലാണ്. ആ കപ്പലിൽ നിങ്ങളുടെ വംശത്തെ നാം ചുമന്നുകൊണ്ടുപോയി, അതുപോലെയുള്ളത് വേറെയും നാം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ കയറി യാത്ര ചെയ്യുന്ന വിധത്തിലുള്ള വാഹനങ്ങൾ. എന്നാൽ പോലും നിങ്ങളുടെ സുരക്ഷിതത്വം, നിങ്ങളുടെ ഈ ഔദ്ധത്യപൂർവമായ ഈ നേട്ടം എന്ന നിലക്ക് നിങ്ങൾ കരുതുന്ന കപ്പലിലോ അതുപോലെയുള്ള വാഹനങ്ങളിലോ അല്ല, മറിച്ച് നിങ്ങളെ അങ്ങ് മുങ്ങി മരിക്കാൻ ഇടയാക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾ വിളിച്ചു കരഞ്ഞാൽ അത് കേൾക്കുന്നവനായിട്ട് ആരും ഉണ്ടാവില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താനും പോകുന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാരുണ്യവും നിങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ട വിഭവങ്ങൾക്കുള്ള അവധിയും കാരണമായിട്ടാണ് നിങ്ങൾക്ക് നാം ഇതിന് അവസരം നൽകിയിരിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ സൂറത്ത് യാസീനിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയിരിക്കുന്നത്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.